അനിഴം. കഠിനാധ്വാനികളായ അനിഴം നക്ഷത്രക്കാർ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടുന്നവരാണ്. എന്തു വന്നാലും നേരിടാനുള്ള മനഃശക്തി ഇവർക്കുണ്ട് എന്നത് ഏറെ ആശ്വാസകരമാണ്. ഇവർ വിശ്വസ്തരായിരിക്കും. അമിതമായി സമ്പാദിക്കുവാനോ വസ്തുവകകൾ വാങ്ങിക്കൂട്ടുവാനോ ഇവർ ശ്രമിക്കാറില്ല. ഇവർ ചിട്ടയായ ഒരു ജീവിതം നയിക്കും. ബാല്യകാലത്ത് ക്ലേശകരമായ അനുഭവങ്ങൾ ധാരാളമുണ്ടാകും. വൈരാഗ്യബുദ്ധികളായ ഇവർ സന്ദർഭം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യും. പ്രയത്നത്തിനനുസരിച്ചുള്ള പ്രതിഫലം ഇവർക്ക് ലഭിക്കില്ല. ഭാഗ്യാനുഭവങ്ങൾ കുറഞ്ഞിരിക്കും. എങ്കിലും കർമ്മമേഖലയിൽ സജീവമായി ഇവർ നിലയുറപ്പിക്കും. വാദപ്രതിവാദങ്ങളിൽ നിന്നും അനാവശ്യ മത്സരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഇവർക്ക് അഭികാമ്യം. ഇവരും ഇണയും രണ്ട് ചിന്താഗതിക്കാരായിരിക്കും. എന്നിരുന്നാലും അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം അകന്നു പോകാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. അതിനാൽ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സ്വഭാവശുദ്ധിയുള്ളവളും ഭർതൃസ്നേഹിയുമായിരിക്കും. കലാവാസന പ്രകടിപ്പിക്കും. ഇവർ കുലമഹിമ കൊണ്ട് ശ്രേഷ്ഠരായിരിക്കും. ഇവർ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ്. ഇവർക്ക് അനവധി കാര്യങ്ങളിൽ വാസനയുണ്ട്. അനിഴം നക്ഷത്രത്തിൻ്റെ ദേവത മിത്രനാണ്. ഗണം ദൈവം, യോനി സ്ത്രീ, മൃഗം മാൻ, ഭൂതം അഗ്നി, പക്ഷി കാക്ക, വൃക്ഷം ഇലഞ്ഞി. ദശാനാഥൻ ശനിയാണ്. തുടർന്ന് ബുധദശ 17, കേതുദശ 7, ശുക്രദശ 20, ആദ്യദശ 6, ചന്ദ്രദശ 10, കുജദശ 7, രാഹുദശ 18 എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരും. അനിഴം നക്ഷത്രക്കാർ മൂലം, ഉത്രാടം, അവിട്ടം, മകയിരം 2 പകുതി, തിരുവാതിര, പുണർദം ആദ്യ 3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. അനിഴം നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ ഇവയാണ്: വിവാഹം, നാമകരണം, അന്നപ്രാശം, വിദ്യാരംഭം, ഗൃഹപ്രവേശം, യാത്ര, വസ്ത്രാഭരണങ്ങൾ വാങ്ങുന്നതിനും ഉത്തമം. സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷ നക്ഷത്രങ്ങൾ: അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർദം, ആയില്യം, മകം, ഉത്രം, അത്തം, ചോതി, വിശാഖം, തൃക്കേട്ട, ചതയം, പൂരൂരുട്ടാതി മുക്കാൽ. അനിഴം നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ശനിയാകയാൽ ഇന്ദ്രനീലം ധരിക്കാവുന്നതാണ്. 2026 വർഷത്തെ ഫലങ്ങൾ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ ഫലങ്ങൾ. നിലവിലുള്ള ജോലിയോടൊപ്പം വരുമാനമുണ്ടാകുന്ന മറ്റൊരു ജോലി കൂടി സ്വീകരിക്കും. ഭൂമിയുടെ ക്രയവിക്രയത്തിൽ ലാഭത്തിന് സാധ്യത കാണുന്നു. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും. ഗ്രഹത്തിന് അറ്റകുറ്റപ്പണികൾ തുടങ്ങിവെക്കും. ഏതൊരു വിപരീത കാര്യത്തെയും കഠിനമായ പരിശ്രമത്തിലൂടെ അതിജീവിക്കും. യാത്രാക്ലേശം അനുഭവിക്കും. നേത്രരോഗം അലട്ടും. വരവ് കുറയുകയും അനാവശ്യ ചിലവുകൾ വർദ്ധിക്കുകയും ചെയ്യും. അനാവശ്യ ആശങ്കകൾ മനസ്സിൽ ഉടലെടുക്കും. ആരോഗ്യകാര്യത്തിൽ പറയത്തക്ക വ്യത്യാസങ്ങൾ കാണുന്നില്ല. മാതാപിതാക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തും. പരിഹാരം: അനുമത്പ്രീതി വരുത്തുക. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ ഫലങ്ങൾ. സന്തോഷകരമായ കാര്യങ്ങൾ നടക്കും. ശത്രുവിന് മേൽ വിജയം നേടാൻ സാധിക്കും. ശരീരക്ഷീണം വല്ലാതെ അലട്ടും. സൗഹൃദം ജീവിത വിജയത്തിന് കാരണമാകും. സർക്കാർ ആനുകൂല്യം കിട്ടുന്നതാണ്. കാര്യവിജയം സന്തോഷം നൽകും. യാത്രകളിലൂടെയും ഒത്തുകൂടലിലൂടെയുമുള്ള ജീവിതം ആസ്വാദികരമാകും. വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഔദ്യോഗിക ചുമതലകളിൽ വർദ്ധിക്കും. പൊതുകാര്യങ്ങളിലെ തിരക്ക് മൂലം ഗ്രഹത്തിൽ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കുവാൻ കഴിയാതെ വരും. വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കും. ഏറ്റെടുത്ത ദൗത്യം കൃത്യതയോടെ നിർവഹിക്കുവാൻ കഠിനപ്രയത്നം ചെയ്യേണ്ടതായി വരും. പരിഹാരം: ശിവസഹസ്രനാമം പാരായണം ചെയ്യുക. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ. സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുന്നതിനാൽ ജീവിതം ആസ്വാദ്യകരമായി തീരും. കാര്യവിജയം നേടും. ശത്രുവിനുമേൽ വിജയം വരിക്കും. ചില വ്യക്തികളുമായുള്ള സൗഹൃദം ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ശാരീരിക ക്ഷീണം അനുഭവപ്പെടുമെങ്കിലും യാത്രകളും ഒത്തുകൂടലുകളും ഉപേക്ഷിക്കില്ല. ഉദ്യോഗത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റങ്ങൾ അനുകൂലമായി ഉണ്ടാകും. രക്തസമ്മർദ്ദം മുതലായ അസുഖം വർദ്ധിക്കും. സന്താനങ്ങൾക്ക് ഉയർച്ച കാണുന്നു എങ്കിലും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ അല്പം ആശങ്ക വർദ്ധിക്കും. കച്ചവട സ്ഥാപനത്തിൽ മോഷണത്തിനുള്ള ശ്രമം നടക്കും. പരിഹാരം: വിഷ്ണു ഭജനം നടത്തുക. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ ഫലങ്ങൾ. സർക്കാർ തലത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. ഒരിക്കലും തനിക്ക് കിട്ടില്ല എന്ന് കരുതിയ പൂർവിക സമ്പത്ത് കയ്യിൽ വന്നു ചേരും. ചിന്താശക്തി സമ്പുഷ്ടമാകും. വിദ്യാർത്ഥികളിൽ പഠിത്തത്തിൽ ഉത്സാഹം വർദ്ധിക്കും. അവിവാഹിതർക്ക് വിവാഹം നടക്കുവാൻ സാധ്യത. കർമ്മരംഗത്ത് അത്ഭുതകരമായ ഉയർച്ചയുണ്ടാകും. സാഹിത്യാദി കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല കാലമാണ്. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുവാകും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും. നവംബറിൽ സർവ്വകാര്യങ്ങൾക്കും ചില തടസ്സങ്ങൾ വന്നു ചേർന്നേക്കാം. പരിഹാരം: ദുർഗാദേവി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക.